പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തിലാണ്. ഇന്നലെ തുടരും എന്ന ചിത്രത്തിൻ്റെ പ്രീഫെയിലും കളക്ഷനും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പങ്കുവച്ചിട്ടുണ്ട്. ഇന്നും അസാധ്യമായ ബുക്കിംഗ് ആണ് രാവിലെ തന്നെ കാണുന്നത്. കാരണം 27,000-28,000 ടിക്കറ്റാണ് മണിക്കൂറിൽ അതിരാവിലെ തന്നെ വിറ്റ് പോകുന്നത് എന്നറിയുമ്പം ഈ ചിത്രത്തിൻ്റെ ഹൈപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ് എന്നുള്ളത് ചിന്തിക്കുക. അത്രയ്ക്ക് വലിയ ഹൈപ്പ് തന്നെയാണ് ഈ ചിത്രം. അതുപോലെ തന്നെ നെഗറ്റീവ് ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതും വളരെ ഒരു നല്ല കാര്യമാണ്. കാരണം അടുത്ത കാലത്തൊന്നും ഈ ഒരു മലയാള സിനിമയ്ക്ക് ഇങ്ങനെ പോസിറ്റീവ് റിവ്യൂ കിട്ടിയ ഒരു സിനിമ ഇല്ല. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ചിത്രത്തിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പോസിറ്റീവ് റിവ്യൂ കിട്ടുന്നത്. അത് കത്തിക്കുമെന്ന് നമുക്കറിയാം. അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ബുക്ക് മൈ ഷോ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ബുക്ക് മൈ ഷോയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ടിക്കറ്റ് വിൽപ്പനയാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ടിക്കറ്റ് വേട്ടയെന്ന് പറയാം. ഏകദേശം 4,30,320 ടിക്കറ്റ് 24 മണിക്കൂർ കൊണ്ട് വിറ്റുപോയി എന്ന് പറയുമ്പം നിങ്ങൾ ചിന്തിക്കുക, ഒരു ടിക്കറ്റ് വേട്ടയാണ്. കൊലത്തൂക്കം എന്നൊക്കെ പറയത്തില്ല, ആ അവസ്ഥയാണ്. ബുക്ക് മൈ ഷോ മൊത്തം അവസ്ഥയിലേക്ക് മാറി. നമ്മൾ നേരത്തെ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടായിരുന്നു. എമ്പുരാന് ചിത്രം തിയേറ്ററിൽ വരുന്നതിന് മുമ്പായിരുന്നു ഈ കൊലത്തൂക്ക് കണ്ടത്. തുടരി വന്ന ചിത്രം തിയേറ്ററിൽ വന്നതിന് ശേഷമാണ് ഇത് കാണുന്നത് എന്നുള്ളതാണ് ഈ രണ്ടും തമ്മിലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം തുടരും ചിത്രം തിയേറ്ററിൽ വന്നതിന് ശേഷം ഓളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇന്നത്തെ അവസ്ഥ നമ്മൾ നോക്കുമ്പോൾ 28,000 ടിക്കറ്റൊക്കെ മണിക്കൂർ വിറ്റ് പോകുന്നു, രാവിലെ തന്നെ വിറ്റ് പോകുന്നു എന്ന് കാണുമ്പോൾ ഇന്നും ആ അവസ്ഥ തന്നെയാണ്. 4 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റ് വിൽപ്പനയായിരിക്കാൻ നടക്കുന്നത്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു രസകരമായ സംഭവം എന്ന് പറയുമ്പോൾ ഈ റെക്കോർഡുകളെല്ലാം തകരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. ലാലേട്ടൻ്റെ 2 ചിത്രങ്ങൾ അടുപ്പിച്ച് വന്ന 2 ചിത്രങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ വെസ് ലാലേട്ടൻ എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം എമ്പുരാനും തുടരുക എന്ന ചിത്രവും തമ്മിലുള്ള ഫൈറ്റാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഒന്ന് കുടുംബ ചിത്രമാണ്, മറ്റൊന്ന് വലിയ ഹൈറ്റിൽ വന്ന എമ്പുരാൻ ചിത്രം, കോടികൾ മുടക്കിയുള്ള ചിത്രം. ഇത് സാധാരണക്കാരെ 25 കോടിക്ക് മുടക്കിയ ഒരു ചിത്രം. അപ്പോൾ ആ 2 വ്യത്യാസമുണ്ട്. പിന്നൊന്ന് തിയേറ്ററിൻ്റെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ്. ഷോയുടെ എണ്ണം നമ്മൾ രാവിലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ 1,400 ഷോയിൽ നിന്നാണ് ഇന്നലെ 5,25,00,000 രൂപയാണ് നമുക്ക് കിട്ടുന്ന ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടും പ്രകാരം കാണുന്നത്. അത് കൃത്യമായിട്ടല്ല, ഇനിയും കൃത്യമായിട്ടുള്ള കണക്കുകൾ കിട്ടാനുണ്ട്. നമുക്ക് രാവിലെ കിട്ടിയത് 5,25,00,000 രൂപയാണ് ഇന്ത്യയിൽ നിന്നൊട്ടാകെ കളക്ട് ചെയ്ത്. വേൾഡ് വൈഡ് ആയിട്ടുള്ളത് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. ഏകദേശം 10 കോടി 12 കോടിക്ക് മുകളിലുള്ള തുക തന്നെ കാണുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ട്രാക്കർമാർ പോലും ഞെട്ടിത്തരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം അവർക്കും കൃത്യമായിട്ടൊരു കണക്കെടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിൻ്റെ ഹൈപ്പ് ചിത്രം ഇറങ്ങിയതിന് ശേഷം ഒരു വല്ലാത്ത ഹൈപ്പ് തന്നെയായിരുന്നു. കാരണം ഈ ചിന്ന ഭിന്നമായി പോകാമെന്ന് പറയുന്നില്ലേ, അവരുടെ ഡേറ്റ തന്നെ അടിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വന്നു. കാരണം ഒരു രീതിയിലും ട്രാക്കിംഗ് കളക്ഷൻ എടുക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. തിയേറ്ററിൻ്റെ എണ്ണം കൂടുന്നു, അതുപോലെ ഷോകളുടെ എണ്ണം കൂടുന്നു. രാത്രി നൈറ്റ് ഫിലിം ഒത്തിരി ഷോ പുതിയതായിട്ട് വന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു ആറാട്ട് തന്നെയായിരുന്നു. ഒരു സത്യം പറഞ്ഞ മലയാള സിനിമയിലെ ഒരു ആറാട്ടായിരുന്നു ഇന്നലെ രാത്രി മൊത്തം നടന്നത്. പകലും ആ ആറാട്ടിങ്ങനെ തുടരുകയാണ്. ഇത് എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന് ആർക്കും യാതൊരുവിധ സൂചനയില്ല. കാരണം നാളത്തെ ടിക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഫുള്ളായിരിക്കുകയാണ്. അപ്പം 2-3 ദിവസത്തേക്ക് തിങ്കളാഴ്ച ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം എവിടെ ചെന്ന് നിൽക്കും, ഓരോ ദിവസം എന്തുമാത്രം കളക്ഷൻ കിട്ടുമെന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇന്നലത്തേക്കാളിലും കളക്ഷൻ കൂടുതൽ തന്നെയായിരിക്കും ഇന്ന്. കാര്യം ഇന്നലെ വൈകുന്നേരം ട്രാക്കേഴ്സ് നൽകിയ കണക്കും പ്രകാരം ഏകദേശം 1,520 ഷോയിൽ നിന്ന് 3,77,00,000 അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ടായിരുന്നു, പ്രീഫെയിൽ ബുക്കിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഹൈപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്
2,32,00,000 ഈ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ്. ഇന്നലത്തെ ശനിയാഴ്ച ദിവസത്തെയാണ് ഞാൻ പറഞ്ഞത്. 3,77,00,000 ചില്ലുവാനും പ്രീ സെയിൽ ഇന്നലെ രാത്രി 10 മണിക്ക് നമ്മൾ കാണിക്കുന്നു. അപ്പോൾ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഇങ്ങനെ ഈ IPL നിൽക്കുകയാണെങ്കിൽ ഇന്നൊരു 6 കോടിക്ക് മുകളിലുള്ളതൊക്കെ ഒരു പക്ഷേ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. അതുപോലെ തിയേറ്ററിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. അതുപോലെ ഇന്നലെ രഞ്ജിത്ത് തന്നെ പറയുന്നത് കേട്ടു, പലരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക തിയേറ്ററിൻ്റെ എണ്ണം കൂട്ടണം, ഇന്നടത്ത് ഷോ വേണം. അങ്ങനെ ഇന്നലെ 100 തിയേറ്ററിലും കൂടെ ഷോ തുടങ്ങിയെന്ന്, 100 പുതിയ ഷോയും കൂടെ ആരംഭിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അപ്പോൾ അങ്ങനെ പല പ്രദേശങ്ങളിൽ നിന്നും ഷോയുടെ എണ്ണം കൂട്ടണം, തിയേറ്ററിൻ്റെ എണ്ണം കൂട്ടണം എന്നൊക്കെയുള്ള ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 220 തിയേറ്ററിലും കണ്ടാണ് ഇന്നലെ റിലീസ് ചെയ്തത്. ആ അവസ്ഥയിൽ നിന്ന് മാറുന്നുണ്ട്. അതുപോലെ വിദേശങ്ങളിൽ നിന്ന് തന്നെ ആദ്യമേ വലിയ ഹൈപ്പൊന്നും ഇല്ലാത്ത ചിത്രം ഇത് പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെയും ഷോകളുടെ എണ്ണം കൂടുന്നു, തിയേറ്ററിൻ്റെ എണ്ണം കൂടുന്നു. വല്ലാത്ത, ഞാൻ പറഞ്ഞു, മലയാള സിനിമ അടുത്ത കാലത്തൊന്നും ഇങ്ങനൊരു ഹൈപ്പ് കണ്ടിട്ടേ ഇല്ല. ആ അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. ഒരുപക്ഷെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനുള്ള സാധ്യതയിലേക്കാണ് ഈ ചിത്രം മാറുന്നത്. കാരണം 3 ദിവസം കൊണ്ടൊക്കെ 50 കോടി കളക്ട് ചെയ്താലും നമ്മൾ ഒന്നും പറയാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1520 ഷോയിൽ നിന്നാണ് ഇന്നലെ കളക്ട് ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് ഇത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പം 2000-ന് മുകളിലെ ഷോ ആയേക്കാം. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം തിയേറ്ററിൽ നമ്മൾ എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, തിയേറ്ററിലെല്ലാം ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്തും ടിക്കറ്റ് ഇല്ല. ആൾക്കാർ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബ പ്രേക്ഷകരാണ് കൂടുതൽ. അത് നമുക്ക് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അവർ വളരെ നാളിന് ശേഷം ഒരു മോഹൻലാൽ ചിത്രം ആഘോഷപൂർവ്വം സ്വീകരിക്കുന്നു. എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാനൊരു ചിത്രം അവർക്ക് കിട്ടിയപ്പം, അത് വെക്കേഷൻ കാലത്ത് കിട്ടിയപ്പോൾ അവരങ്ങ് ആഘോഷിക്കുക. അപ്പം കുടുംബ പ്രേക്ഷകർ കൂടുതലായിട്ട് തിയേറ്ററിലേക്ക് വരുന്നു, അതിനനുസരിച്ച് ഷോയുടെ എണ്ണം കൂടുന്നു. ഇതൊക്കെ തന്നെയാണ് കണ്ടുവരുന്നത്. ഇത് ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല. നിങ്ങൾ ബുക്ക് മൈ ഷോയിലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടും ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് കളക്ഷൻ കൂടുതൽ തന്നെ ആയിരിക്കും. ഏകദേശം വേൾഡ് വൈഡായിട്ട് ചിലപ്പം 15-20 കോടിക്ക് റേഞ്ചിൽ എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ നിന്ന് തന്നെ 6 കോടിക്ക് മുകളിലുള്ള തുകയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നാളെ എന്നൊന്നും പറഞ്ഞാൽ, ഞായറാഴ്ച ദിവസം എന്നൊന്നും പറഞ്ഞാൽ യാതൊരു രക്ഷയില്ലാത്ത, ആ ഏരിയയിലോട്ടൊന്നും ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കി ടിക്കറ്റ് ബുക്കിങ്ങൊക്കെ നോക്കിക്കഴിയുമ്പം വല്ലാത്ത അവസ്ഥയാണ്. സത്യം പറയാമല്ലോ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, രാവിലെ ഞാൻ പടവും കൊണ്ടുപോയി. ആ പടം എങ്ങനെ ഉണ്ട് എന്നറിഞ്ഞിട്ട് എല്ലാവരും കൂടെ കാണാം എന്നുള്ള വിചാരത്തിൽ തന്നെ രാവിലെ പോയി ഷോയൊക്കെ കണ്ട് റിവ്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞ്, എന്നാൽ പിന്നെ ഉച്ച കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും കൂടെ സൗകര്യം അനുസരിച്ച് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പം ഒറ്റ ടിക്കറ്റ് ഇല്ല. നമ്മൾ വിളിക്കാവുന്നതിൻ്റെ പരമാവധി വിളിച്ചു. ഒരിടത്തും എല്ലാവരും കൈമലത്തി കാണിക്കുക. യാതൊരു രക്ഷയില്ല ചേട്ടാ എന്നാ പറയുന്നത്. അപ്പോൾ ഇത്രയും നേരമായിട്ടും നമുക്ക് ഒരു 8 സീറ്റ് ഒരേ ഷോയിൽ കിട്ടണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് കിട്ടുന്നുമില്ല. ഏകദേശം ഇനിയിപ്പോൾ തിങ്കളാഴ്ചത്തേക്കൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. തിങ്കളാഴ്ചയും വലിയ ബുദ്ധിമുട്ടായി മാറുമെന്നുള്ളൂ. അപ്പം ആ അവസ്ഥയാണ് കാര്യങ്ങൾ. അത് നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്ക് വരുന്ന കമൻറ്റുകളിൽ നിന്നൊക്കെ ഇത് തന്നെ മനസ്സിലാവും. സാധാരണ ചില ചിത്രങ്ങളെയൊക്കെ പറ്റി പറയും, ഇതുപോലെ ഹൗസ്ഫുള്ളാണ്, ടിക്കറ്റ് കിട്ടാനില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് എന്താ പറയുന്നത്, നമ്മളിങ്ങനെ പറയുമെങ്കിലും പലയിടത്തും ഏതെങ്കിലുമൊക്കെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാലൊക്കെ ടിക്കറ്റ് കിട്ടും, സർവ്വസാധാരണയാണ്. പക്ഷേ ഇത് അങ്ങനെ അല്ലാത്ത അവസ്ഥയാണ്. തിയേറ്ററുകാർക്ക് പോലും ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥ. ഞാൻ ഇന്നലെ രാഗം തിയേറ്ററിൻ്റെയൊക്കെ അവസ്ഥ പറഞ്ഞു. അവർ സ്പെഷ്യൽ ഷോ 12:30 തുടങ്ങി, പിന്നെ വേറെ ഷോ നടത്തേണ്ടി വന്നു. അതിനുശേഷം ഇന്ന് രാവിലെ നടത്തേണ്ടി വന്നു. ഇന്നും അവിടെ എല്ലാ ഷോവും ഫുള്ളായിട്ട് മാറിയിരിക്കും നാളത്തേക്കും. അങ്ങനെ പ്രമുഖ കേന്ദ്രങ്ങളെല്ലാം നമ്മൾ എടുത്തു നോക്കിക്കഴിയുമ്പം കുറച്ച് ദിവസത്തേക്ക് ഫില്ലായി മാറി. അപ്പോൾ ഇത് കളക്ഷൻ ഏത് ലെവലെത്തും എന്നുള്ള, ഏത് ലെവലിൽ വേണമെങ്കിലും എത്താം. ഓരോ ദിവസം കഴിയും തോറും കളക്ഷൻ കൂടുന്ന അവസ്ഥയിലേക്കാണ് തുടരും എന്ന ചിത്രം മാറുന്നത്. അത് നമുക്ക് കൂടെ കളക്ഷൻ, അതപ്പോൾ ആ കൃത്യമായിട്ടുള്ള കളക്ഷൻ, എല്ലാ സിനിമയുടെയും കൃത്യമായിട്ട് കളക്ഷൻ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം ട്രാക്കർമാർ തന്നെ ഒരു പരിധിവരെ
അവർ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു വേൾഡ് വൈഡുള്ള കളക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു 12 കോടിക്ക് മുകളിൽ 15 കോടിക്കുള്ളിലുള്ള കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് എന്തുമാത്രം വരെ എത്തും എന്നുള്ളത് നമുക്കറിയില്ല. ഒരു കണക്കനുസരിച്ച് 5 കോടി 25 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുകയാണ് കേരളത്തിൽ നിന്ന് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതും കൃത്യതയില്ല. ഏകദേശം 6 കോടി 6 കോടിക്കുള്ളിൽ ഉള്ള തുക തന്നെ ആയിരിക്കാം ഇത് കിട്ടുന്നത് എന്ന് ഏകദേശം ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കളക്ഷനും കൊലത്തൂക്ക് തന്നെ. അപ്പോൾ അതിനുവേണ്ടിയെല്ലാം നമുക്ക് കാത്തിരിക്കാം. അപ്പം മറ്റൊരു വിശേഷവുമായി വീണ്ടും ഞാൻ എത്താം. ഏകദേശം തുടരും തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. അടുത്ത കാലത്തൊന്നും പുതിയ സിനിമയെ പറ്റിയൊന്നും പറയാൻ പറ്റുമോ എന്നുള്ളതൊന്നും തോന്നുന്നില്ല. അപ്പം തുടരും വിശേഷങ്ങൾ. ഇവിടം കൊണ്ട് തീരുന്നില്ല. എല്ലാവരും സിനിമ കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണുക. എന്ത് പറയാനാ. ഓക്കെ, മറ്റൊരു വിശേഷവുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.